എടുക്കാൻ മറന്നു അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീഡിയോ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളൊരു ഗ്രേ ബാഗാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് വേറെ പേപ്പർ സോപ്പ്, പിന്നെ ബ്രഷും പേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ സോപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് പനിയാണ് കേട്ടോ. ചെറിയ പനിയുണ്ട്. പിന്നെ അപ്പം നമ്മൾ നെയിൽ പോളിഷിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ട് ഞാൻ നെയിൽ പോളിഷ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഷെയ്ഡ് ഒരു സിൽവർ, അവിടെ ഇവിടേക്ക് ആയിട്ടൊരു സിൽവർ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ബോർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, പക്ഷേ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ അപ്പുറത്തെ റൂം ഗൈസ്. വെറുതെ എനിക്ക് കളിക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ബട്ട് അവിടെ ഒന്നും കണ്ടില്ല. അത് ഞാനൊന്നും ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്, അതിനൊന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലുഡോ ബോർഡ്. അപ്പോൾ അതിനായിട്ടുള്ളപ്പോഴും പെൻഡിങ് ആണ്. ഇപ്പോൾ എൻ്റെ പീസസ് ഇങ്ങനെ ഒരു 4 ആയിട്ട് ഇങ്ങനെ വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടി പെൻഡിങ് ആണ്. അപ്പോൾ ഇത് ഹെസയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം. വരച്ചതാണ്. ഹെസ കാണിച്ചേ. ഇതാണ് ഒരു ബുക്കിൻ്റെ 2 കട്ടിയുള്ള കവർ 2 എടുത്ത് ഒട്ടിച്ചു. അതാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നത് നല്ല കേട്ടോ. അതിന്റെ സംഭവം ഇതല്ലേ നീക്കണ സാധനമല്ലേ? അത് അവിടെ വെച്ചിക്കണ പെൻഡിങ് ആണ്. ഇപ്പോൾ പനി ബെറ്റർ ആയിട്ട് വരുന്നു. സോ ഹായ്, ഇവിടെ നെയിൽ പോളിഷ് നല്ല കളറല്ലേ ഗൈസ്? നിങ്ങൾക്ക് ഏത് കളർ ഉണ്ടെന്ന് പറയണേ. നമുക്കുള്ള കളർ ഗ്രീൻ, ഒരു ബേബി പിങ്ക്, പിന്നെ ഈ ഒരു ഗ്ലിറ്റർ വണ്ണാണ് ഗൈസ്. ഇപ്പം ഹൈ ആണ് ഇടുന്നത്. നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തെറ്റിക്കഴിഞ്ഞാലും. അതിപ്പോൾ ബാഗിലാണ്. ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു എല്ലാം. ഇനി ഹയക്ക് കുറച്ച് ഒരു ഡ്രസ്സ് എങ്ങാണ്ടും ഹയക്ക് വേണമെന്നുണ്ടായിരുന്നു, പിന്നെ അത് മേടിച്ചിട്ടുണ്ട്. ഇനി അത് ബാഗിലോട്ട് ആക്കണം. സോ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഐ മീൻ ലൈക്ക് നാളെ രാത്രി മീൻസ് നാളെ രാവിലെ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നാളെ രാവിലെ ഒരു 2 മണിക്കാണ് ഫ്ലൈറ്റ്. സോ നമ്മൾ ഉറങ്ങത്തില്ല എന്തായാലും. നമ്മളൊരു 2 മണിക്ക് നമ്മളിവിടുന്ന് 9 മണിക്ക് പുറപ്പെടും. യെസ് ഗൈസ്, നമ്മൾ 9 മണിക്കാണ് പുറപ്പെടുന്നത് ഇവിടുന്ന്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ഇറ്റ്. ഹയ നല്ല ഇട്ടിട്ടു, നല്ല കളേഴ്സ് ഗൈസ്. ഹയ 2 കാലിലും കയ്യിലൊക്കെ ഇടാണ്ട് ഫാസ്റ്റ് വേർഡ് ആക്കാം. ഫാസ്റ്റ് വേർഡ് യെസ് ഗൈസ്. കാലാണ് ചെയ്യാൻ പോകുന്നത്. ഫാനിൻ്റെ അടിയിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഉണക്കാനാണ് അത്. മറ്റേ കൈ ചെയ്തോ? മറ്റേ കൈ ഫുഡ് കഴിക്കാൻ. യെസ് യെസ്. സോ അപ്പം നമ്മൾ മറ്റേ കൈ ചെയ്യുന്നില്ല. നല്ല രസമുണ്ട്. ഗ്ലിറ്റേഴ്സൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ യെസ്. കുഴപ്പമില്ലല്ലോ തോന്നിയായിരിക്കും. മുഖത്തോട്ട് അങ്ങനെ ആക്കണ്ട കേട്ടോ, അങ്ങനെ എനിക്ക് പനി പിടിച്ചത്. ഹൈൻ്റെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, മുഖത്തൊന്നും ആക്കണ്ട. പിന്നെ എൻ്റെ കൂടെ പനിയാവും. എനിക്കങ്ങനെ ആയി, നിങ്ങൾക്കാവുമെന്ന് അറിയില്ല. എന്തായാലും സേഫ്റ്റിക്ക് ഞാൻ പറയാണ് അങ്ങനെ ചെയ്യണ്ട. നിങ്ങളെ എൻ്റെ ഇതല്ലേ എനിക്കിഷ്ടപ്പെട്ടു. ഇത് വീഡിയോ കാണുന്ന പോലെയല്ല, ഇവിടെ വെച്ച് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് കാലിൽ ചെയ്യാം. യെസ് യെസ്, അങ്ങനെ ഒരു വെക്കണ സംഭവം ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. പക്ഷെ എന്തായാലും ഫാസ്റ്റ് വേർഡാണ് കേട്ടോ ഗൈസ്. ഫാസ്റ്റ് എടുക്കാറോ? നമ്മൾ നമ്മുടെ റൂമിലോട്ട് ഷിഫ്റ്റ് ആയിട്ടോ ഗൈസ്. എന്തായാലും ഫാസ്റ്റ് എടുക്കാറോ? യെസ് യെസ് യെസ്. അയ്യോ ഓക്കെ, ഞാൻ ഇരുന്ന് പോകാൻ പോയി. അടിപൊളി കളറാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഡാർക്കായിരിക്കുന്നു, പക്ഷെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല കളറുണ്ട് കേട്ടോ. ഇതിനുള്ള ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തോന്നുന്നൊരു പ്യുവർ കളറാണെന്ന്, പക്ഷെ ഗ്ലിറ്റർ ഉണ്ട് യെസ്. വാവ്, ഇത് ഒരു കോട്ട് ഇടാൻ പറഞ്ഞുള്ള കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ ഒരു കോട്ട് ഇടാൻ 1 കോട്ട് ഇട്ടാൽ മതി. ഇത് ഈ നെയിൽ പോളിഷ് ഇടുമ്പോൾ നേരെ ഇടുന്നതാണ് ആൾക്കാർ പറയുന്നത്. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് കേട്ടോ, അറിയാം. ഞാൻ മറന്നു.
ഓക്കെ, അപ്പം നമ്മൾ ഈ കാലിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ കാലിലാണ്. ആയ ഒരു കാല് കഴിഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് സെക്കൻഡ് കാലാണ് അവൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അതായത് ഈ ചിലർക്കൊക്കെ പറ്റുന്ന തെറ്റാണ്. ഈ നമ്മൾ ഈ നെയിൽ പോളിഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതായത് കണ്ടോ മുന്നിലത്തെ ഭാഗം കണ്ടോ, ഇപ്പം ഇതാ പ്രശ്നം വിചാരിക്കും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആക്കും, എന്നിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ തീർന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ മുക്കും. അങ്ങനെയല്ല, ഈ സൈഡും ഉണ്ട്, അതായത് ഈ ഭാഗം നിങ്ങൾ ഈ ഭാഗം ആക്കണം കേട്ടോ. യെസ്, ഇതാണ് പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഹയ പെയിൻറ്റ് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെയിൻ്റ് അല്ല ഇതാക്കിയോണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിൻ കാര്യം. പിന്നെ ഈ ആ ഒരു നെയിൽ പോളിഷ് വരുന്നത് അതിൽ ഗ്ലിറ്റർ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു പ്യുവറായിട്ടാണ് ഈ ഫോണിൽ കാണിക്കുന്നത്. പക്ഷെ ഇതിൽ ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് ഫാസ്റ്റ് ആക്കാം. കുറച്ചുകൂടി ടച്ചപ്പ് ചെയ്യാണ്ട് കഴിഞ്ഞു. ട്രൈ ചെയ്ത് നോക്കാനാണ് ഈ ഹെസൽ ട്രൈ ചെയ്യാൻ പോവാണ് ഈ ലെഗിൽ. വാവ്, എനിക്ക് എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഈ കൈ പ്ലെയിൻ ആണ്, കാരണം എനിക്ക് തിന്നാനുള്ളതാണ്. ഓക്കെ, അപ്പം ഹെസൽ ടിപ്പ് ചെയ്തിട്ട് ചെറിയൊരു പേടിയുണ്ട്. ചെറിയൊക്കെ തെറ്റുപറ്റാട്ടോ. എന്താ എൻ്റെത് വളരെ ഡിഫറെൻ്റ് ഒരു കളർ, വളരെ കുറച്ച് പിങ്ക് പോലെ. ഇപ്പം റെഡിയായി. ഓക്കെ, അടുത്ത ഞാൻ ഇട്ടുതരാം വേഗം തന്നെ. എൻ്റെ കാലം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഫാസ്റ്റ് ആയിട്ടാണ്. എയർലൈൻസ് അല്ല, അല്ലാണ്ട് വേറെ എന്തോ ആണ്. നമുക്കറിഞ്ഞൂടെ അതിൻ്റെ പേര്. സോ നമ്മൾ പേരൊന്നും ചെക്ക് ചെയ്തില്ല, നമ്മൾ അങ്ങോട്ട് പോകാനാണ് പരിപാടി. എന്തായാലും എമറൈഡ്സ് അല്ല, ഇവിടെ മണ്ടത്തിയാണ്. എമറൈഡ്സ് ഒന്നും ആരും പോകാറില്ല. അതെങ്ങനെ തട്ടിയാ? ഓക്കെ. സോ അപ്പം നമ്മൾ പോകുന്നത് വേറെ ഇതിലാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മൾ 2 ഫ്ലൈറ്റാണ് പോകുന്നത്. അതായത് ബാങ്കോക്ക് ടു ഡൽഹി, ഡൽഹി ടു കൊച്ചി. ഓക്കെ, അപ്പം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് എയർ ഇന്ത്യ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് വേറെ ഇതാണ്. സോ ഗൈസ്, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന അവിടെ ജാപ്പനീസ് റൈസ് എന്തോ ആണെന്നാണ്. അല്ലേ ഗൈസ്? ജാപ്പനീസ് റൈസ് എന്തോ ആണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഗൈസ്. എൻ്റെ കാലിൽ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിന്നെ ഞാൻ ശരിയാക്കും. ഞാൻ എങ്ങാനും കൊളാക്കിയത് ഇനി ഞാൻ. യെസ്, ഏതാണ്? ഇതാണോ അതാണോ? ഇതിട്ടിട്ട് എനിക്കൊരു മറ്റേ മൈലാഞ്ചി ഫീലില്ലേ, ആ ഒരു ഫീല്. യെസ്, എന്തോ ഒരു പേസ്റ്റ് ഇട്ട പോലെ ഉണ്ട്. അയ്യോ, നെക്കൊന്നും ആയില്ലല്ലേ. ഇതിൻ്റെ സൂം ചെയ്ത് നോക്കട്ടെ. കയ്യും പണ്ടാരം. ഇല്ല, ആയിട്ടില്ല. അയ്യാ, എന്തുവാ ഇത് മൈനസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ ഗൈസ്, ഇനി നമ്മളിവിടെ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും വയറിന് അർപ്പിക്കുന്നില്ല. എനിക്ക് സാധാരണ എന്ത് ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും. അതുകൊണ്ട് കഞ്ഞി കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ ഒന്ന് പത്തിരി കഴിച്ച് നോക്കി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. സോ എല്ലാം കുഴപ്പമില്ലായിട്ട് പോകുന്നു. അപ്പം എനിക്ക് ചുമയാണ് കുഴപ്പം. ചുമ മാറിക്കഴിഞ്ഞാൽ ഞാൻ റെഡിയായി. യെസ്, എൻ്റെ മുടിയൊക്കെ ഇത്തിരി ഇതാക്കാണ്ട്. ഹയ പായസം എടുത്തേക്കാനായിട്ടാണ് പോയത്. ഹയക്ക് ചെറുതായിട്ടൊരു പനി പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇല്ല. നമ്മളിപ്പോൾ സ്നോ വേൾഡിൽ എന്തോ പോകണ്ടെന്നാണ് ഗൈസ്. നമ്മൾ മറ്റേ പോക്കറ്റ് ബാഗ് എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ വലിയൊരു സൂട്ട് കേസാണ് ഗൈസ്. യെസ്,
അല്ലേ? എൻ്റെതും കൂടി ആക്കണേ. നിന്റെ നല്ല രസമുണ്ട്, നിന്റെ നീളമുള്ളതും അല്ലേ? എവിടെ രസമില്ലേ നീളമുള്ള നമുക്ക് ഓൾമോസ്റ്റ് കുറേ ബാഗ് ഉണ്ട്. ആദ്യം ഒരു പോക്കറ്റ് ബാഗ്, പിന്നെ ഉള്ളത് എന്താണ് വീഡിയോ ആണല്ലോ. പിന്നുള്ളത് ഈ ഒരു ബാഗ് ഉണ്ട്. പിന്നെ എന്ത് ബാഗായിരുന്നു? മറ്റേ ഇങ്ങനെ സ്ക്രഞ്ചി പോലത്തെ എന്തോ ഒരു ഇങ്ങനെ സോഫ്റ്റായ ബാഗ് ഉണ്ട്. പിന്നെ ഏത് ബാഗാണ്? പിന്നെ ഏതൊക്കെയാണെന്ന് അറിയില്ല, നമുക്ക് ഓൾമോസ്റ്റ് അറിയില്ല. പിന്നെ നമ്മുടെ ഉള്ള ഒരു ഗ്രേ സൂട്ട്കേസാണ്, ഒരു ഗ്രേ കളർ അല്ലേ? സോ അതാണ് നമ്മുടെ രണ്ടാളുടെ കൂടി ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ മമ്മീൻ്റെ ബാഗാണ്. സോ എന്തായാലും മമ്മ എന്നാണ് വിളിക്കാറ് നമ്മൾ. നെയിൽ പോളിഷ് ഇട്ടിട്ട് അടിപൊളി ഗൈസ്. എന്തായാലും ഇതൊരു ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഗൈസ്. അതിനോടെ നമ്മൾ ദുബായിൽ പോയപ്പം നമ്മൾ ഇട്ട സംഭവമാണ്. ദുബായിൽ പോയപ്പോൾ ഞാൻ ബാങ്കോക്കെന്ന് പറഞ്ഞതാണ്. സോ ദുബായിൽ ചെയ്തപ്പം ഇതൊരു ഐസ്ക്രീമാണ്. ഇതിങ്ങനെ വിസിലൊക്കെ ഉണ്ട് ഗൈസ്. പുള്ളപ്പം എന്തോ ആണ് ഗൈസ്. അപ്പം ഈ ബാഗിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഓർമ്മയില്ലായിരുന്നു ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതൊക്കെ. മെമ്മറി ആയിട്ടൊക്കെ ഗൈസ് വെക്കാൻ അടിപൊളിയാണ്. ഇവിടെ ഊതുന്ന സൗണ്ട് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ്? എനിക്കിപ്പോൾ മറയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ മറച്ചിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഹായ് അവിടെ എന്താ ചെയ്യുന്നത് അറിയില്ല. സോ എന്തായാലും ഫുൾ പാക്കിംഗ് ആണ്. ഇവിടെ വരുന്ന ബ്രഷസ് ആണ്. നമ്മൾ പേസ്റ്റ് അവിടെ ഉണ്ടാവുമെന്ന് തോന്നുള്ളൂ. അവിടെ ആകെ 2 ബ്രഷ് ഉണ്ടാവുള്ളൂ. പിന്നെ പേസ്റ്റ് ഉണ്ടാവും, നല്ലത് കൊണ്ടുപോകുന്നതാണ് സേഫ്റ്റിക്ക്. എൻ്റെ ബ്രഷ് എൻ്റെ ബ്രഷ്. ഇവിടെ കുറച്ച് വലിയ ബ്രഷസും ഉണ്ട്. പിന്നെ പേസ്റ്റ്, എണ്ണ, വേറെ ഒന്നുമില്ല. കുറേ നമ്മുടെ ഡെസ്കൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഈ ഫാനോട് ചെയ്തിട്ടുണ്ട്. ഈ ക്യൂട്ട് ക്യാപ്പ് ഹായ് ഒന്നിട്ട് കടിക്കൂ പ്ലീസ്. ഞാൻ ആ റെഡ് രസമുണ്ട്, പിങ്കും രസമുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്ന റെഡാണ്. ചൈനയിൽ നിന്നാണ് മേടിച്ചത്. ഇത് സൗദിയിൽ നിന്ന് മേടിച്ചാൽ തോന്നുന്നു. ഇത് സൈസ് നല്ല രസമുണ്ട്. ഈ ഞാൻ ബീച്ചിലായിരിക്കും ഇടുന്നത് ഗൈസ്. ബീച്ചിലെ രസം ഞാൻ നിട്ട് കാണിക്കാം. ഇവളുടേത് ചെറിയ തല ആയതുകൊണ്ട് കാണാൻ പറ്റും. കുഞ്ഞി തലയാണ്, അതുകൊണ്ട് അവൾക്ക് പിന്നിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിൽ. കാണുന്നില്ല കേട്ടോ. വലിയ ഹാറ്റ് ഹെസോടെ പോയി. ഓ അതിൻ്റെ അകത്തുണ്ടായിരുന്നോ? തന്നെയല്ല, നമ്മൾ ഓൾമോസ്റ്റ് എത്താറാവും. അതായത് ഇപ്പം നമ്മൾ സ്ലീപ്പ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര മണിയാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ടൈം എത്രയാണ്? 3 മണിയായിട്ടുള്ളൂ. 3:10 ആയിട്ടുണ്ട്. 3:11 ആയിട്ടുണ്ട്. സോ അപ്പം ഇത് മിക്കവാറും ഡേ ബിഫോർ ബാങ്കോക്ക് എന്ന് ഇടേണ്ടി വരും. പാക്കിങ് ബാങ്കോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ബൈ ദ വേ നമ്മുടെ ഈദിൻ്റെ കണ്ടിന്യൂസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈദിൻ്റെ ഡേറ്റ് റിവീലിംഗ് ഉണ്ട്. ഈദിന് ഓൾമോസ്റ്റ് 3 വീഡിയോ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും അപ്പം ഫസ്റ്റ് വീഡിയോ നമ്മളെങ്ങനെയൊക്കെ റെഡിയാക്കിയിരുന്നു. സെക്കൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. തേർഡ് വീഡിയോ അത് നാളെ എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു, അറിഞ്ഞൂടാ കറക്റ്റ്. സോ എന്തായാലും ബാങ്കോക്കിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് വരുമായിരിക്കും മിക്കവാറും. സോ അതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണം. ബാങ്കോക്കിൽ നിന്ന് നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യും. പിന്നെ കുറേ അടിപൊളി സംഭവങ്ങളുണ്ട്, കുറേ റൈഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റേ സ്നോ വേൾഡിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സോ ചിലതൊക്കെ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ എനിക്ക് കുളിക്കാനുണ്ട്. അപ്പം എന്തായാലും പാക്കിങ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞു. അപ്പം എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നതാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതെന്ന്. കാരണം നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ രജിന ഓർ ഷാൻ. ബൈ.